ഹലോ, ഇന്ന് നുറുക്ക് ഗോതമ്പ് കൊണ്ടുള്ള പായസമാണ്. അതിനുവേണ്ടി 200 ഗ്രാം നുറുക്ക് ഗോതമ്പ്, 1/2 കിലോ ശർക്കര, കിസ്മിസ്, കാഷ്യൂനട്ട് ഇവയാണ് ആവശ്യം. പിന്നെ ഒരു വലിയ തേങ്ങ. ആദ്യം നുറുക്ക് ഗോതമ്പ് നന്നായി ഒന്ന് വേവിച്ചെടുക്കണം. അതിനുവേണ്ടി കുക്കറിലേക്ക് ചേർത്ത് വെള്ളം ഒഴിച്ച് നന്നായി നല്ല മയമാവുന്നത് വരെ തന്നെ ഒന്ന് വേവിച്ചെടുക്കാം. അതിനുശേഷം ശർക്കര, 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് 1/2 കിലോ ശർക്കര പാനിയാക്കി എടുക്കാം. ഇനി ഈ ശർക്കര പാനിയിലേക്ക് വെന്ത ഗോതമ്പ് ചേർത്ത് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം. ഒരു പരന്ന പാത്രത്തിലേക്ക് തന്നെ ഇളക്കി യോജിപ്പിക്കാൻ പാകത്തിലുള്ള പാത്രത്തിലേക്ക് ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി വറ്റിച്ചെടുക്കണം. ശർക്കര പാനിയോട് ഗോതമ്പ് ചേരുന്നത് വരെ നന്നായി ഇളക്കി വറ്റിച്ചെടുക്കാം. കുറുകി വരുന്നത് വരെ നമുക്കൊന്ന് വറ്റിച്ചെടുക്കാം. വറ്റി വരുമ്പോൾ ഇതിലേക്ക് ഒരു വലിയ തേങ്ങയാണ് പിഴിഞ്ഞ് പാലെടുത്ത് അതിൻ്റെ 1-ാം പാൽ മാറ്റി വെച്ച് 2-ാം പാൽ ഇതിലേക്ക് ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി വറ്റിച്ചെടുക്കാം. ഈ സമയത്ത് ഇതിലേക്ക് 1/4 സ്പൂൺ ജീരകപ്പൊടി ചേർക്കാം. 4 ഏലക്കായ പൊടിച്ചതും ചേർക്കാവുന്നതാണ്. എന്നിട്ട് ഇത് നന്നായി ഒന്ന് ഇളക്കി വറ്റിച്ചെടുക്കണം. വറ്റി വരുമ്പോൾ ഇതിലേക്ക് നമ്മുടെ 1-ാം പാൽ ചേർക്കാവുന്നതാണ്. അല്പം ഒരു നുള്ളു ഉപ്പ് ചേർക്കാം. മധുരം ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടി ഒരു നുള്ളു ഉപ്പ് ചേർക്കാം. ഇനി നമ്മൾ പിഴിഞ്ഞു വെച്ചിരിക്കുന്ന 1-ാം പാൽ ഇതിലേക്ക് ചേർക്കാം. 1-ാം പാൽ ചേർത്തതിന് ശേഷം അധികമൊന്നും തിളയ്ക്കരുത്. അല്പം തിള വരുമ്പോൾ തന്നെ നമുക്കൊന്ന് ഇറക്കി വയ്ക്കാം. എന്നിട്ട് ഇതിലേക്ക് നെയ്യിൽ തന്നെ വറുത്ത കാഷ്യൂനട്ടും കിസ്മിസും ചേർക്കാവുന്നതാണ്. ഇത് 1-ാം പാലാണ്. 1-ാം പാൽ നല്ല കുറുകിയ പാൽ തന്നെ ചേർക്കണം. കാഷ്യൂനട്ടും കിസ്മിസും ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പായസം റെഡിയായി. അടിപൊളി പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കൂ. പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം. സദ്യ സ്പെഷ്യൽ പായസം തന്നെയാണിത്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ താങ്ക് യു ഫ്രണ്ട്സ്.